1991 മെയ് 21 രാത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ മരണ വാർത്ത ആദ്യം അറിയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്കയ്ക്ക് അന്ന് 19 വയസ്സേ ഉള്ളൂ. പ്രിയങ്കയാണ് ഉറങ്ങിക്കിടന്ന അമ്മയെ വിളിച്ചുണർത്തി മരണ വാർത്ത അറിയിക്കുന്നത്. അതിശക്തമായ ഷോക്ക് ഏറ്റതുപോലെ ആ വാർത്ത കേട്ട് സോണിയ പിടഞ്ഞത് ഇറ്റാലിയൻ എഴുത്തുകാരൻ ജാവിയർ മോരോ എഴുതിയ ദ റെഡ് സാരി എന്ന സോണിയാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ ഹൃദയവർജകമായി വിവരിക്കുന്നുണ്ട്. അമ്മ അതുപോലെ കരഞ്ഞത് പ്രിയങ്കയുടെ ഓർമ്മയിൽ ഒരിക്കലും ഇല്ലായിരുന്നു. അവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ആസ്മയ്ക്കുള്ള മരുന്നും ഇൻഹേലറും അവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുക്കാൻ ഓടിയ പ്രിയങ്ക തിരികെ വരുമ്പോൾ കണ്ടത് വായ തുറന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ കസേരയിരിക്കുന്ന അമ്മയാണ്. ഒരു വേള അമ്മ മരിച്ചു പോയെന്ന് തന്നെ പ്രിയങ്ക കരുതി. ഒടുവിൽ ഇൻഹേലറിൻ്റെ സഹായത്തോടെ അമ്മയുടെ ശ്വാസം വീണ്ടെടുത്ത പ്രിയങ്ക പിന്നീട് ഹാർവാർഡിലെ വിദ്യാർത്ഥിയായ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതിനുശേഷം പ്രത്യേക വിമാനത്തിൽ പുലർച്ചെ 4:30 മണിക്ക് അമ്മയും മോളും ശ്രീപെരുമ്പുത്തൂരിലേക്ക് എത്തുകയാണ്. അവസാനമായി അപ്പനെ ഒന്ന് കാണാൻ. പുലർച്ചെ 4:30 മദ്രാസിലെത്തി അവർ കാണാൻ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഒന്നും ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ അടക്കം ചെയ്തൊരു പെട്ടിയല്ലാതെ. 1999 സോണിയാഗാന്ധി അന്നത്തെ രാഷ്ട്രപതിയായ KR നാരായണന് ഒരു കത്തെഴുതി തൻ്റെ ഭർത്താവിനെ കൊന്ന 4 പ്രതികളുടെയും വധശിക്ഷ റദ്ദാക്കാൻ അപേക്ഷിച്ചു. അകാലത്തിൽ അച്ഛൻ നഷ്ടമായ മക്കളുടെ വേദന അറിയാവുന്നതുകൊണ്ട് നിഷ്കളങ്കയായ മറ്റൊരു കുഞ്ഞിനെ കൂടി, നളിനിയുടെയും മരുകൻ്റെയും മകൾ, അനാഥയാക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അതിനുശേഷം 2008 പ്രിയങ്ക വെല്ലൂർ സെൻട്രൽ ജയിലിലെത്തി. അച്ഛൻ്റെ കൊലപാതക കേസ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നളിനി ശ്രീഹരനെ കാണാൻ. നളിനിയുടെ മുന്നിൽ അച്ഛനെ നഷ്ടപ്പെട്ട പഴയ കുട്ടിയായി അവർ വീണ്ടും വിതുമ്പി. പിന്നെ നളിനിയോട് വെറുപ്പും ദേഷ്യമില്ലെന്ന് പറഞ്ഞു. ഇന്ന് ഗോസ്പൽ ഈശോ പറയുന്നു, ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ അപ്പൻ. ഈ അപ്പൻ്റെ മക്കളാവാൻ ഇനിയും എത്ര ദൂരം നമ്മൾ നടക്കണം?